അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തരി റളിയല്ലാഹു തആല അൻഹു 13 വയസ്സുള്ള സമയത്ത് മാതാവിൻ്റെ സഹോദരൻ മാമ സഹൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഷെയ്ഖാണ്. ഈ ഷെയ്ഖ് അവറുകൾ സഹൽ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു മഈ എന്ന ദിക്ർ നീ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു മഈ എന്ന് പറഞ്ഞാൽ അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കുറേ നാളങ്ങനെ പറഞ്ഞു. 13 വയസ്സുള്ള ഈ കുട്ടി സഹൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു മഈ എന്നിങ്ങനെ ധാരാളമായി പറയാറുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഈ ഷെയ്ഖ് അവറുകൾ തൻ്റെ മാമ തന്നെ സഹൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അമ്മൻ കാനല്ലാഹു മഅഹു അയഅസിഹി ഫി അംരിഹി, അല്ലാഹു ആരുടെയെങ്കിലും കൂടെയുണ്ട് എങ്കിൽ അങ്ങനെ ബോധമുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമോ? സഹൽ റളിയല്ലാഹു തആല പറയുന്നു, ഇല്ല. അതുകൊണ്ട് അല്ലാഹു മഈ എന്ന ദിക്ർ നീ പറയുന്നതിനോടൊപ്പം തന്നെ തിന്മകൾ വരാതിരിക്കാനും നന്മകൾ ചെയ്യാനും നീ പരിശ്രമിക്കണം. കാരണം എപ്പോഴും നിൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അല്ലാഹു നാദിരി എന്ന ദിക്ർ നീ പറയുക. അല്ലാഹു നാദിരി എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ കുറേ നാളങ്ങനെ പറഞ്ഞതിന് ശേഷം സഹൽ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, അമ്മൻ കാൻ അല്ലാഹു നാദിറൻ ഇലൈഹി, ഒരു മനുഷ്യനിലേക്ക് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അയഗ്ഫുലു അൻഹു സാഅത്തൻ, എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമാകാൻ അവനിക്ക് കഴിയുമോ? കാരണം അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അശ്രദ്ധമാകാൻ അവനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ള ചിന്തയിൽ നീ ജീവിക്കുക. മുഹാസബയും മുറാഖബയുമാണ് അവിടെ മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹുവിന് തൻ്റെ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ബഹുമാനികളെ, ഇത് തന്നെയാണ് ലുഖ്മാൻ അൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മകനോട് പറഞ്ഞതും. എപ്പോഴെങ്കിലും നീ അള്ളാഹുവിനോട് ഒരു അനുസരണക്കേട് കാണിക്കുന്ന പ്രവർത്തനം ചെയ്താൽ അള്ളാഹു കാണാത്ത സ്ഥലം നീ തിരഞ്ഞെടുത്തോ എന്ന ഉപദേശം കൊടുത്തതും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.